ഇന്ന് സൺഡേ അല്ലേ. ഇന്നത്തെ എൻ്റെ ബ്രേക്ക്ഫാസ്റ്റ് മസാല ദോശയും ചട്നിയുമാണ്. അതിനുള്ള ദോശയുടെ ബാറ്ററൊക്കെ ഇന്നലെ രാത്രി തന്നെ റെഡിയാക്കി വെച്ചു. വളരെ പെട്ടെന്ന് നമുക്ക് ചെയ്യാം. അതായത് ഉഴുന്നും ഉലുവയും വെള്ളത്തിലിട്ട് അരച്ചു, മിക്സിയിൽ അരച്ചു. പിന്നെ അതിനകത്തേക്ക് മാവ്, അതായത് അരിപ്പൊടി, അപ്പത്തിൻ്റെ പൊടി, അപ്പം ഇടിയപ്പത്തിൻ്റെയൊക്കെ പൊടിയില്ലേ, ആ പൊടി ഒന്ന് മിക്സിയിലിട്ടൊന്ന് കുറച്ച് വെള്ളവും ചേർത്തൊന്ന് പൾസ് ചെയ്തെടുത്തു. എന്നിട്ട് അതേ ഉഴുന്നിലേക്ക് ചേർത്ത് അതാണ് ഞാൻ ബാറ്ററായിട്ട് റെഡിയാക്കി വെച്ചിരിക്കുന്നത്, ദോശമാവ്. ഇന്ന് രാവിലെ അത് ആവശ്യത്തിന് പുളിച്ച് പൊങ്ങിയിട്ടൊക്കെ ഉണ്ട്. അത് വെച്ചിട്ടാണ് ഞാൻ മസാല ദോശ ഉണ്ടാക്കുന്നത്. പിന്നെ മസാല എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് കാണിച്ചു തരാം. വളരെ പെട്ടെന്ന് എങ്ങനെ തയ്യാറാക്കാം അതാണ് ഞാൻ കാണിച്ചു തരാൻ പോകുന്നത്. അപ്പം നമുക്ക് നോക്കാം. ഇവിടെ ഞാൻ 2 വലിയ ഉരുളക്കിഴങ്ങ് പൊട്ടറ്റോ എടുത്തിട്ടുണ്ട്. ഇത് നമ്മുടെ കുക്കറിലിട്ടൊന്ന് വേവിക്കാമെന്ന് വെച്ചു. അത് രണ്ടും കട്ട് ചെയ്തിട്ട് കുക്കറിലിട്ട് അതിൽ നിന്നൊക്കെ വെള്ളം ഒഴിച്ച് ഞാനൊരു 3 വിസിൽ വരുത്തി. എന്നിട്ട് അതിൻ്റെ തൊലി ചൂടാറിക്കഴിഞ്ഞപ്പോൾ അതിൻ്റെ തൊലിയൊക്കെ കളഞ്ഞ് നല്ല പോലെ ഒന്ന് പൊടിച്ചു വെച്ചിട്ടുണ്ട്. ഇതൊരു പാൻ എടുത്തു. അതിലേക്ക് ആദ്യം തന്നെ നമുക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഒരു 2-3 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിക്കണം. വെളിച്ചെണ്ണ ചൂടായി വരട്ടെ. ഇത് ദോശയുടെ മസാല തയ്യാറാക്കാനാണ് പോകുന്നത്. വെളിച്ചെണ്ണ ഇവിടെ ചൂടായി വരുമ്പോൾ നമുക്ക് കടുകിട്ട് കൊടുക്കാം. ഒരു 1/2 ടീസ്പൂൺ കടുകിട്ട് കൊടുക്കും. ഇനി കടുകൊന്ന് പൊട്ടി കിട്ടണം. അതിന് മുൻപായിട്ട് കടുക് പൊട്ടാറാകുമ്പോഴത്തേക്കും ഉഴുന്ന് പരിപ്പ്, ഇത് ഞാൻ ഫുൾ ബോളായിട്ടുള്ള ഉഴുന്നാണ് ഇട്ട് കൊടുത്തിരിക്കുന്നത്. അതൊന്ന് ബ്രൗൺ നിറമായി വന്നപ്പോഴത്തേക്കും ഇതിനകത്തേക്ക് ഒരു 2-3 ചെറിയ ഉള്ളി കട്ട് ചെയ്തത് ഇട്ട് കൊടുത്തു. ഒന്നിളക്കി കൊടുക്കണം. എല്ലാം ഒന്ന് മൂത്ത് വരുമ്പോഴത്തേക്കും ചുമന്ന മുളക് അത് കട്ട് ചെയ്ത് ഇട്ട് കൊടുത്തു. ഒരു 3 എണ്ണം ഞാനിവിടെ എടുത്തിട്ടുണ്ട്. എന്നിട്ട് കറിവേപ്പിലയും ഇട്ട് ഒന്നിളക്കി കൊടുക്കണം. എല്ലാം ഒന്ന് മൂത്ത് വരുന്ന സമയത്ത് നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന സവാള, ഒരു 2 സവാളയാണ് ഞാനിവിടെ കട്ട് ചെയ്തെടുത്തിരിക്കുന്നത്. അത് നല്ല കനം കുറച്ച കഷ്ണങ്ങളായിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അത് ഇതിലേക്ക് ഇട്ട് കൊടുത്തു. എന്നിട്ടൊന്ന് ഇളക്കി കൊടുത്തു. നല്ലപോലെ ഇളക്കണം. അപ്പോൾ ആ എണ്ണയൊക്കെ എല്ലാ ഇതിലും പിടിച്ച് കഴിയുമ്പോൾ നമുക്ക് ഇതിനകത്തേക്ക് ഇഞ്ചി ചെറുതായിട്ട് ചോപ്പ് ചെയ്ത് വെച്ചത്, അതുപോലെ തന്നെ പച്ചമുളക് കുറച്ച് വലിയ കഷ്ണങ്ങളായി കട്ട് ചെയ്തത്, ഇത് രണ്ടും ഇട്ട് കൊടുക്കണം. ഇനി നല്ല പോലെ ഇളക്കി കൊടുക്കണം. ഒന്ന് ചെറുതായി ഒന്ന് വാടി വരണം. അപ്പോൾ നമ്മൾ ഫ്ലെയിം ഒരു മീഡിയത്തിലാണ് വെച്ചിരിക്കുന്നത്. ഒരുപാട് ഹൈ ഫ്ലെയിമിൽ വയ്ക്കരുത്, പെട്ടെന്ന് കരിഞ്ഞു പോകാനുള്ള സാധ്യതയുണ്ട്. സവാള ഇവിടെ ഒരുവിധം വാടി വന്നിട്ടുണ്ട്. ഈ സമയത്ത് നമ്മൾ ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കണം. അപ്പോൾ പെട്ടെന്ന് സവാള ഒന്ന് നല്ല പോലെ ഒരു ലൈറ്റ് ബ്രൗൺ നിറമായി കിട്ടും. ഇനി നല്ല പോലെ ഇളക്കി കൊടുക്കണം. ഇനി നമുക്കിതിലേക്ക് ആവശ്യമായിട്ടുള്ള മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുക. ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ടാൽ മതി. അതിനുശേഷം കുറച്ച് കുരുമുളക് പൊടി കൂടി ചേർത്ത് കൊടുക്കണം. ഒരു 1/2 ടീസ്പൂൺ കഷ്ടി കുരുമുളക് പൊടിയും കൂടി ചേർത്ത് കൊടുത്തു. നമ്മൾ പച്ചമുളക് ചേർത്തിട്ടുണ്ടല്ലോ, അപ്പോൾ എരിവുണ്ടാവും. പിന്നെ മുളക് പൊടി ഞാൻ ചേർക്കുന്നില്ല. അടുത്തായിട്ട് നമ്മൾ ഇതിൽ വേവിച്ച് ഉടച്ച് വെച്ചിരുന്ന ഉരുളക്കിഴങ്ങ് ചേർത്ത് കൊടുക്കണം. എന്നിട്ട് നല്ലപോലെ ഇളക്കി കൊടുക്കണം. അപ്പോൾ അതാ സവാളയുടെ ഇതും ഉരുളക്കിഴങ്ങും ആയിട്ട് നല്ലപോലെ ഒന്ന് യോജിച്ച് കിട്ടും. എന്നിട്ട് തവി വെച്ച് തന്നെ നല്ലപോലെ ഒന്ന് ഉടച്ചെടുക്കണം. അപ്പോൾ നമ്മുടെ മസാല റെഡി. ഈ സമയത്ത് നമുക്ക് ഉപ്പുണ്ടോ എന്നൊക്കെ നോക്കാം. നമ്മൾ നേരത്തെ ഉപ്പിട്ടിട്ടുണ്ടായിരുന്നു. ഇനി ആവശ്യമുണ്ടെങ്കിൽ കുറച്ച് ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് ദോശക്കല്ല് വെച്ച് കൊടുക്കാം. മീഡിയം ഫ്ലെയിമിൽ വെച്ചാൽ മതി. ഞാനിവിടെ ഒരു നോൺ സ്റ്റിക്ക് ദോശക്കല്ലാണ് എടുത്തിരിക്കുന്നത്. ഇതാകുമ്പോഴാണ് നമുക്ക് മസാല ദോശ കുറച്ച് വലിപ്പത്തിൽ ഉണ്ടാക്കണമെങ്കിൽ ഇതേ പറ്റുള്ളൂ. എന്നിട്ട് ഒരു തവി മാവ് കോരി ഒഴിച്ച് നല്ലപോലെ ഒന്ന് പരത്തി കൊടുക്കണം. ദോശ മൂത്ത് വന്ന് കഴിയുമ്പോൾ നമുക്കിതിലേക്ക് നമ്മുടെ മസാല ഉണ്ടല്ലോ അതെടുത്ത് ഒരു സൈഡിൽ വെച്ച് കൊടുത്തിട്ട് ഒന്ന് അടച്ചു കൊടുത്താൽ മതി. ഒന്ന് ഫോൾഡ് ചെയ്ത് നമുക്കെടുക്കാം. ഞാനിവിടെ മസാല വെച്ചിട്ട് സ്പൂൺ വെച്ച് തന്നെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ദോശയുടെ മറ്റേ വശം ഇതിൻ്റെ മുകളിലേക്കാക്കി ഒന്നുകൂടെ ഒന്ന് പ്രസ് ചെയ്ത് ദോശക്കല്ലിൽ നിന്ന് എടുത്ത് മാറ്റാം. ഇതുപോലെ തന്നെ
വീണ്ടും ദോശ മാവൊഴിച്ച് പരത്തി അതുപോലെ തന്നെ ഈ നമ്മുടെ മസാല വെച്ച് ഫോൾഡ് ചെയ്ത് പ്ലേറ്റിലേക്ക് മാറ്റാം. നമുക്ക് ആവശ്യമുള്ള അത്രയും മസാല ദോശ ഉണ്ടാക്കിയെടുക്കാം. ഇനി ഞാനിവിടെ ആ ദോശക്കല്ലിൽ തന്നെ നമ്മുടെ തട്ടുദോശയില്ലേ, ചെറുതായിട്ട് വട്ടം കുറച്ച് ഇതേ മാവ് കൊണ്ട് തന്നെ 3-4 എണ്ണം അങ്ങനെയും ഉണ്ടാക്കിയെടുത്തു. മസാല ദോശയും തട്ടുദോശയും ഇവിടെ റെഡിയായി കിട്ടിയിട്ടുണ്ട്. ഇനി ഇവിടെ ഇതിനൊരു ചട്നി ഉണ്ടാക്കി. 1/2 കപ്പ് തേങ്ങ, 1/4 ടീസ്പൂൺ ജീരകം, 1/2 ടീസ്പൂൺ എരിവുള്ള മുളക് പൊടി, 2 ചെറിയുള്ളി, 1 പച്ചമുളക്, ഇത്രയും നല്ലപോലെ അരച്ച് കടുക് വറുത്ത് വെളിച്ചെണ്ണയിൽ കടുകൊക്കെ ഇട്ട് പൊട്ടിച്ച് താളിച്ച് വെച്ചു. മസാല ദോശയും തട്ടുദോശയും ചട്നിയൊക്കെ ഉണ്ടാക്കിയത് കണ്ടല്ലോ. ഇഷ്ടപ്പെട്ടോ നിങ്ങൾക്ക്? ഇതുപോലെ തന്നെ വളരെ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാം. അതായത് നമ്മളിപ്പം അരി അരയ്ക്കേണ്ട ആവശ്യമില്ല. ഈ അപ്പത്തിൻ്റെ പൊടി ഉണ്ടെങ്കിൽ അത് ആവശ്യത്തിന് വെള്ളവും ചേർത്ത് മിക്സിയിലൊന്ന് ജസ്റ്റ് പൾസ് ചെയ്തെടുത്താൽ മതി. എന്നിട്ട് ഈ ഉഴുന്ന് അരച്ചെടുക്കണം. ഉഴുന്നിൻ്റെ കൂടെ ചേർത്താൽ മതി. നല്ല കറക്റ്റ് കൺസിസ്റ്റൻസിയിൽ നമുക്ക് നല്ല ദോശ എടുക്കാൻ പറ്റും. അപ്പോൾ ഇഷ്ടപ്പെട്ടെങ്കിൽ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണണം. അടുത്തൊരു വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ.